വലിയ വലിയ റോളുകളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് ഇപ്പോൾ താങ്കളെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരാളായിട്ടല്ല കാണാൻ പറ്റത്. വളരെ വേറെ രീതിക്കൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ പ്രേക്ഷകർ കണ്ടിട്ട് അവരാണ് ആ പ്രതീക്ഷ രീതിക്കൊക്കെ അപ്പുറത്തേക്ക് താങ്കൾ തന്നിട്ടുണ്ട് ഈ സിനിമ. താങ്ക് യു. ഒരുപാട് സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണിക്ക് ശേഷം ചെയ്ത സിനിമയാണ്. ഞാൻ പണി കഴിഞ്ഞ് തിരിച്ച് UK പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നതും മുള്ളിച്ചേട്ടനും അഭിലാഷും വിഷ്ണുവിനും വന്ന് ഇത് പറയുന്നതും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഇത് വേറൊരു ഗുരുകുലമായിരുന്നു. ഞാൻ ജോജി ജോർജിൻ്റെ കൂടെ പണിയുന്ന പടത്തിൽ ത്രൂ ഔട്ട് വർക്ക് ചെയ്ത് അത് കണ്ട സിനിമ എടുക്കുന്ന രീതി പാറ്റേൺ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എല്ലാ സിനിമകളും വ്യത്യാസമാണ്. ഞാൻ അതുപോലെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്താണ്. ശങ്കർ സാറ്, വിഷ്ണു, അഭിലാഷ് കഥയിൽ നിന്ന സ്വാതന്ത്ര്യം, പിന്നെ ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സ് അർജുൻ, ബാലു, സിദ്ധു, ഞങ്ങൾക്ക് എല്ലാവർക്കും കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ഞങ്ങളെല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു പടമാണ് സുമതി. അതുപോലെ കഷ്ടപ്പാടും ഉണ്ടായിരുന്നു. നൈറ്റ് ഷൂട്ടുകളും കാടിനകത്തുള്ള ഷൂട്ടുകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം സിനിമയിൽ വിഷ്വലി നല്ല നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. അതെല്ലാം ഇദ്ദേഹം ഒപ്പിയ നല്ല ഫ്രെയിംസുകൾ ഭയങ്കര രസമായിട്ട്. കാരണം നൈറ്റ് ഷൂട്ടുകൾ സിനിമയിൽ ഫുൾ ത്രൂ ഔട്ട് നൈറ്റാണ് മജോറിറ്റി ഈ സുമതി വളവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം അതിനെ സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഫസ്റ്റ് ഓഫ് ഓൾ ശങ്കർ സാറിന് ഗ്രേറ്റ് താങ്ക്സ്. നന്നായിട്ട് അദ്ദേഹം അത് ചെയ്തു. അതുപോലെ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സിനോടും അതിഗംഭീരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ താങ്ക് യു സോ മച്ച്. ഗംഭീര കഥാപാത്രമായിരുന്നു. ആളുകൾ ഇപ്പോഴും റീൽസിലൂടെയൊക്കെ കാണുന്നുണ്ട്. പണിയിട്ട് വരുമ്പോൾ അതുപോലത്തെ ഗംഭീര കഥാപാത്രം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെ കുഴപ്പമില്ല. ഞാനും അത് തന്നെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ജോജു വിളിക്കണം. അല്ല, അദ്ദേഹം അതിൻ്റെ പണിപ്പുരയിലാണ്. അദ്ദേഹം വേറെ സിനിമയുടെ ഷൂട്ടിങ്ങും തിരക്കും ഒക്കെ ആയിട്ട് പണി 2 അടുത്ത വർഷത്തേക്കെന്നാണ് ജോജു പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനുണ്ടോന്നോ എൻ്റെ ക്യാരക്ടർ ഒന്നും ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷേ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് കഥയുടെ ത്രെഡും കാര്യങ്ങളൊക്കെ. ഭയങ്കര രസകരമായൊരു സബ്ജക്റ്റിലായിരിക്കും അത്. എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്. അപ്പോൾ ഒരു സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യാരക്ടർ ഡിഫറൻസ് ഉണ്ടല്ലോ, ഡിഫറൻസിയേഷൻ. അപ്പം ഈ കഥ കേൾക്കുമ്പോൾ ഒരു ഹൊററാണ്, കുറേ സമയം കോമഡിയാണ്. അപ്പോൾ ആ കഥാപാത്രം അവസാനം വരെ എന്താ നമ്മൾ സ്ഥിരം കണ്ടിരുന്ന നായകനെ പോലെ ആദ്യം ഒരു പേടിക്കൊണ്ടാണ്, പിന്നെ അവസാനം ധൈര്യം, അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. എങ്ങനെയാണോ അവസാനം വരെ അങ്ങനെ ലെവലിൽ തന്നെയാണ് കീപ്പ് ചെയ്ത് പോകുന്നത്. അതാണ് ക്യാരക്ടറിലേക്ക് ഒക്കെ മേജർ റീസൺ. ഒന്നാമത് സുമതി വളവ് എന്നുള്ള വളവിൻ്റെ പരിപാടികളും, പിന്നെ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പിന്നെ നമ്മൾ ഒരു ഇല്ലാത്തൊരു ഗ്രാമത്തിൽ ക്രിയേറ്റ് ചെയ്തതാണ് കല്ലേലി എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രാമത്തിലെ ആൾക്കാർ 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഇരുട്ടിയാൽ പിന്നെ പുറത്തിറങ്ങൂല. എല്ലാവർക്കും ആ നാട്ടിൽ പേടിയാണ്. ആ അത്രയും പേടിയുള്ള നാട്ടിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ക്യാരക്ടർ അപ്പു. അപ്പോൾ ഇങ്ങനെയൊക്കെ പരിപാടികൾ വന്നപ്പോഴും പിന്നെ ടൈപ്പ് ഓഫ് പേടിപ്പിക്കല്, പുതിയ പരിപാടികൾ എന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ യക്ഷീനെ പറയാൻ പറ്റും. യക്ഷീനില്ല, നമ്മൾ യക്ഷീനായിട്ട് കാണിക്കുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ എനിക്ക് കേട്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നി. പിന്നെ കാര്യങ്ങളൊന്ന് പറഞ്ഞു. ഡിസ്കഷന്റെ ഇടയിലൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നതോറും നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു പേടിത്തൂരൻ ക്യാരക്ടർ ജീവിതത്തിൽ കുറച്ച് പേടിയുണ്ടെങ്കിലും സിനിമയില് കുറച്ച് കൂട്ടിൽ അഭിനയിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റു ഭയങ്കരമായിട്ട് ചെയ്തത് എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടം ഒരു സീൻ, എനിക്ക് സീൻ പറയാൻ പറ്റില്ല. ആ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് അത് ക്യാമറാമാൻ്റെ ഒരു കഴിവും ആ ഒരു കാലിൻ്റെ ഒരു എക്സ്പ്രഷനും അത് ഒപ്പിയെടുത്തത് ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശിവധരെടുത്തു. ബാക്കി എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. അല്ലാതെ ഞാൻ പറയുന്നത് അതൊരു എത്രമാത്രം റിസ്ക് ഉണ്ടായിരുന്നു ആ ഒരു വേഷം. എൻ്റെ അടുത്ത് അഭി ആദ്യമായിട്ട് കഥ പറയുമ്പോൾ ശരി, ഈ ഒരു ഇന്റർവെലിന്റെ പോർഷൻ മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു സീക്വൻസ് ആണ് പറഞ്ഞത്. വിഷ്ണു പറഞ്ഞപ്പോഴും ശരി. അപ്പം അവരത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ എന്നെ ഏൽപ്പിച്ചത്. അത് കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് വിചാരിക്കണു. അതിലപ്പുറം ശങ്കർ സാറ്
ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും കേട്ടോ, എല്ലാവരും കൂടെ ചെയ്ത്, കാരണം എന്നെ എടുത്ത് പൊക്കിയൊക്കെ വാനിൻ്റെ ഉള്ളിലേക്ക് കേട്ടിട്ട് വന്നു. അപ്പൊ എല്ലാവരും ഭയങ്കര, പ്രത്യേകിച്ചും കുറച്ച് സീക്വൻസ് ഉണ്ടല്ലോ അതിനകത്ത്, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ആ സമയത്തൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ മേ ബി ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കാരണമായിരിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ സാധിച്ചത്. അത് ശരിക്കും അങ്ങോട്ട് ആളുകൾക്ക് അധികം പോകാൻ പറ്റുന്നത്, വണ്ടികളൊന്നും പോകാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്കുള്ള വഴി വെട്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ചെന്നൈയിൽ നിന്ന് ഫൈറ്റ് മാസ്റ്ററിൻ്റെ ഒപ്പം ശിവതയ്ക്ക് ഡ്യൂപ്പ് ചെയ്യാൻ വേണ്ടി വന്ന അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ലേഡി. പക്ഷെ ആ ലൊക്കേഷൻ കണ്ട് ആ സീക്വൻസിൻ്റെ കുറച്ച് അപകടം പിടിച്ചൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോൾ കുറെ കമന്റുകൾ, എനിക്ക് അത് എന്നെ സംബന്ധിച്ച് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായ കമന്റുകളുണ്ട്. മാളികപ്പുറം ഇറങ്ങിയപ്പോഴും അഭിലാഷിനൊരു ടാർഗറ്റ്, എനിക്ക് ആനന്ദ് ശ്രീപാലൻ അഭിലാഷിലേക്ക് തന്നെ ഒരു ടാർഗറ്റ് കാണുന്നു. ഇന്നും ഞാൻ കുറേ കമന്റുകൾ വായിക്കും. ഇപ്പം ഞാൻ ചെയ്ത വീഡിയോയിലാണെങ്കിലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടാണ് ഞാൻ പറയുന്നത്, അല്ലേ, എൻ്റെ ഇഷ്ടമാണ് എൻ്റെ പടം, എനിക്ക് ഇഷ്ടപ്പെട്ട പടം മോശമാണെന്ന് പറയാം. പക്ഷെ അഭിലാഷിന്റെ പേര് പറഞ്ഞ് തന്നെ കമന്റുകൾ വരുന്നത്. അങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്യുന്ന എന്താണ് അഭിലാഷ് ചിന്തിച്ചിട്ടുള്ളത്? ചേട്ടാ എനിക്ക് അറിയില്ല സത്യത്തിൽ അത് എന്താന്നുള്ളത്. എനിക്കും എന്നെ ഒന്നും അയച്ചു തന്നിരുന്നു. എനിക്ക് തോന്നുന്നത് മാളികപ്പുറം മാളികപ്പുറത്തിന് മുന്നേ എനിക്ക് അങ്ങനെ ഒരു അറ്റാക്ക് എൻ്റെ നേരെ അതിന് മുന്നത്തെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മാളികപ്പുറത്തിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ല. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലെ എൻ്റെ താഴെ വന്നിട്ട്. പക്ഷെ ഇതൊന്നും മുഖമില്ലാത്ത ആളുകൾ കേട്ടാ. അങ്ങനെ ഇതിന് കൃത്യമായ ഒരു ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഇന്ന് അങ്ങനെ ഉണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും നല്ലത് എത്ര ആളുകൾ മോശം എന്ന് പറഞ്ഞാലും നല്ലതിനെ സ്വീകരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എൻ്റെ സിനിമ നന്നാവുന്നുള്ളതാണ്. അപ്പം എന്നെ ആരും മോശം പറഞ്ഞാൽ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്കും അറിയാം, എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും പുറത്തു നിന്നൊരാളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് എനിക്ക് എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ മോശം പറയുകയാണെങ്കിൽ ഞാനത് ഇതിൻ്റെ സമയം ഉറപ്പായിട്ട് എനിക്ക് അങ്ങനെ ഒരു മോശം കാര്യം പറയിപ്പിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അറ്റാക്കിനെ ഞാൻ ഈ സിനിമയിൽ ഞാൻ കണ്ടു. ഇതിനു മുന്നേ ഇതിൻ്റെ സോങ്സ് ഇറങ്ങുമ്പോഴും ട്രെയിലർ ഇറങ്ങുമ്പോഴും അത് എന്നേന്ന് മാത്രമല്ല മാളികപ്പുറം ടീമിനെ പേരെടുത്ത് പറഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും വിഷ്ണുവും രഞ്ജനൊക്കെ ഞങ്ങൾ എത്ര തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി ഞങ്ങൾ എന്താണ് അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഒരു സിനിമ ചെയ്തതോ? ഒരു ഭക്തി ലെയറിലുള്ള ഒരു സിനിമ ചെയ്താണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? എനിക്ക് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ആഫ്റ്റർ മാളികപ്പുറം തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് തുടങ്ങിയത്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു ഇതൊന്നും വലിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ സിനിമകൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനും അത് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നതും ഇത്രയും പൈസ കൊടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് വരുന്നതും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന ഒരു വിഭാഗം, അതായത് 100-ൽ 3% കാണും. അതുവരെ മാറ്റിയെടുത്താൽ 97% വരുന്ന കേരളത്തിലെ ഫാമിലി ഓഡിയൻസും ഞങ്ങളൊപ്പം നിൽക്കും. എനിക്ക് ഉറപ്പുണ്ട് സുമതികുളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ മാളികപ്പുറം കണ്ട് ഇഷ്ടപ്പെട്ട ഫാമിലി ഓഡിയൻസിന് വേണ്ടി തന്നെ ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. ഹൈദർക്കയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. കാരണം സിനിമ കണ്ട് എനിക്ക് ഒന്ന് 2 മണിക്കൂറിൽ ഹൈദർക്ക ഒരു വീഡിയോ റിവ്യൂ ഇട്ടു. ഒരുപാട് സന്തോഷമാണ് അതിൻ്റെ വീഡിയോ ഇട്ടതിൽ. ഞാൻ ജെനുവിനായിട്ട് സംസാരിച്ചോളൂ. ടാർഗറ്റ് ചെയ്ത് ഒരു സിനിമയെ അങ്ങനെ മോശമാക്കാനുള്ളത് ആരും ഇടില്ല എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ ഇട്ടാലും അത് കേരളത്തിലെ ജനങ്ങൾ റിജക്റ്റ് ചെയ്യത്തുള്ളെന്നാണ് എൻ്റെ തോന്നൽ. കഥയുടെ പശ്ചാത്തലം മാളികപ്പുറമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളാണ്. ഇപ്പൊ അഭിലാഷ് പറയുന്നത് മാളികപ്പുറത്തിന്റെ ഓഡിയൻസ്, ആ കുടുംബമാണ് മാളികപ്പുറം കുടുംബമാണ് ഈ സിനിമ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ മാളികപ്പുറത്തിൽ തന്നെയാണ് അഭിലാഷ് നിൽക്കുന്നതെന്ന് പോലെ എനിക്ക് സ്വയം തോന്നുന്നു. ചേട്ടാ മാളികപ്പുറം ഏറ്റെടുത്തെന്ന് വെച്ചാൽ മാളികപ്പുറത്തിനൊരു ഓഡിയൻസ് നല്ലത് ഫാമിലി ഓഡിയൻസിനാണ് പറഞ്ഞത്. അതായത് ഫാമിലി ഓഡിയൻസ് വന്ന് കണ്ടുകൊണ്ടാണ് ആ പടം വിജയിച്ചത്. ആ പടം മാത്രമല്ല, ഇപ്പം ഹിറ്റാവുന്ന കുടുംബ ചിത്രങ്ങളെല്ലാം എപ്പോഴും അറിയില്ല. അത് ആദ്യത്തെ ഒരു 3 ദിവസം യങ്സ്റ്റേഴ്സിൻ്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഫാമിലി തിയേറ്ററിൽ വന്നാൽ മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നത്. അപ്പം ഞാൻ ആ പറഞ്ഞ ഓഡിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ സിനിമ വിജയിക്കാനും കാരണക്കാരായ കേരളത്തിലെ ആ കുടുംബങ്ങൾ വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇപ്പം എൻ്റെ എല്ലാ സിനിമകളും ഞാൻ കുടുംബ പ്രേക്ഷകരെ ഹൈലൈറ്റ് ചെയ്താണ്, അവരെ ഫോക്കസ് ചെയ്താണ് എഴുതാറുള്ളത്. അപ്പം ആ പ്രേക്ഷകരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ സിനിമ ഇന്നിപ്പം വൈകുന്നേരത്തെ ഒട്ടുമിക്ക സെൻറ്ററുകളും ഹൗസ്ഫുൾ ഷോ ആണ്. എനിക്ക് 100% ഉറപ്പാണ് വൈകുന്നേരത്തെ ഷോസ് വരുന്നത് ഫാമിലി ആയിരിക്കും. കാരണം വെള്ളിയാഴ്ചയാണ്, നാളെ അവധിയാണ്. തീർച്ചയായിട്ടും അവരിനിയും വന്ന് പടം കണ്ട് അവർ പറയുന്ന പബ്ലിസിറ്റി അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഇനി ഈ സിനിമ മുന്നോട്ട് പോകുന്നത്.
100% പറയുന്നു, ഞങ്ങളെടുത്തൊരു എഫേർട്ടിൻ്റെ റിസൾട്ട് കേരളത്തിലെ ജനങ്ങൾ തരും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. കാരണം മോശമാണെങ്കിൽ മോശമാണെന്ന് ധൈര്യമായി പറഞ്ഞോളാം ഞങ്ങൾ പറഞ്ഞത്. കാരണം ഇത് ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഫീഡ്ബാക്സിലെ ജെനുവിൻ പബ്ലിക് റിവ്യൂസ് വളരെ നല്ല റിവ്യൂസാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മുഖമില്ലാത്ത കുറേ ആളുകൾ, അതാരാണെന്നറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല, അവരാണിത് ഈ പറയുന്ന പോലത്തെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നതും ഡീഗ്രേഡിങ് വീഡിയോസ് ഇടുന്നതും. അത് ഈ സിനിമയ്ക്കെന്നല്ല, ഇപ്പം മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെയാണ്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ പടം.